ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഷുഗർ ബീഡ്സ് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഹാൻഡ് എംബ്രോയ്ഡറി എങ്ങനെ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മുത്തെടുക്കുന്നത് ഷുഗർ ബീഡ്സ് പറഞ്ഞിട്ടുള്ള സാധനമാണ്. ഇത് നമ്മൾ ആര്യവർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ബീഡ്സിന് ആ ഒരു ബീഡ്സാണ്. ഇതാണ് ആര്യവർക്കിൻ്റെ സൂചി. ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു സൂചിയാണിത്. അപ്പോൾ ഇതിന് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ട് ഈ ഒരു നൂല് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ കട്ടി കുറഞ്ഞ സൂചിയാണ് വേണ്ടത്. ഇത് ഒരുപാട് തിന്നായിട്ടുള്ള ഒരു സൂചിയാണ്. കാരണം ഇതിലേ പാസ് ചെയ്ത് നമുക്ക് ഇതിൽ കൂടെ പുറത്തേക്ക് എടുക്കാൻ പറ്റണം. അങ്ങനെയുള്ള സൂചി തന്നെ നോക്കി ഇതിന് യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നൂല് ഇതുമായിട്ട് ബന്ധമുള്ള ഒരു സാമ്യമുള്ള രീതിയിലുള്ള ഒരു നൂല് വേണം. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ കടത്തി വിടാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഇതിന് ഇത് 6 അല്ലി ഉണ്ടാവും. ഒന്നിൽ തന്നെ 6 പീസ് ഉണ്ടാവും. അതിൽ ഒരു പീസ് എടുത്താൽ മതി. ഒരു പീസ് രണ്ടാക്കി മടക്കുമ്പോൾ തന്നെ 2 പീസിൻ്റെ കട്ടി കിട്ടും. അപ്പോൾ നമ്മൾ അതാണ് ഇതിൽ നിന്ന് എടുക്കേണ്ടത്. അപ്പോൾ അതെടുത്തിട്ടാണ് ഇനി ഈ സ്റ്റിച്ചിങ് ചെയ്യാൻ പോകുന്നത്. ഇതിലിപ്പോൾ ഞാനൊരു പീസ് എടുക്കുന്നുള്ളൂ. ഇന്നിപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 പീസും എടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ സൂചിയുടെ കടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരൊറ്റ പീസ് എടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. സാധാരണ നമ്മളിത് മുന്നേ റണ്ണിങ് സ്റ്റിച്ച് കണ്ടവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ആദ്യം ഇതിപ്പോൾ നൂല് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇട്ടു. നമുക്ക് ഈ ലൈനിൽ ഇവിടെ കുത്തിയിട്ട് നൂല് പുറത്തേക്ക് എടുക്കുക. പുറത്തേക്ക് എടുത്തിട്ട് ഈ ബീഡ്സ് ഇതിലേക്ക് കടത്തി വിടുക. ഇതിലെ കടത്തി വിട്ടിട്ട് ഓക്കെ താഴേക്ക് തന്നെ കൊടുക്കുക. ഇതധികം ബാക്ക് സ്റ്റിച്ചിലാണ് ചെയ്യാറുള്ളത്. നമുക്ക് റണ്ണിങ് സ്റ്റിച്ചിലും ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ഇതിന് ശേഷം അതിൻ്റെ അടുത്ത് ബാക്ക് പുറത്തേക്ക് എടുക്കുക. ഇതിപ്പോൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കണ്ടോ? നമുക്ക് സൂചിയിൽ നിന്ന് മുത്ത് കൊടുക്കുക. ബാക്കോട്ട് തന്നെ എടുക്കുക. ഓക്കെ, അടുത്തത് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നെക്സ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ബാക്ക് സ്റ്റിച്ച് ആകുമ്പോഴാണ് അടുത്തടുത്തായിട്ട് നമ്മൾ പിന്നെ ആയിട്ടുള്ള ചെയ്യുന്നത്. ഇതാകുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാണ് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഷുഗർ ബീഡ്സ് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. ഓക്കെ, ഈ ബീഡ്സ് കണ്ടോ? ഇത് നമുക്ക് പാസ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ചെറിയ ഹോളുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒഴിവാക്കിയിട്ട് അടുത്ത ബീഡ്സ് എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ബീഡ്സ് എന്തായാലും ഉണ്ടാവും കേട്ടോ നമുക്ക് കിട്ടുന്ന സെറ്റിൽ. ഇതിപ്പോൾ അങ്ങനെയുള്ളൊരു ബീഡ്സാണ്. ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുത്തതുപോലെ പുതിയ ബീഡ്സ് എടുക്കുക. ഇതിലിപ്പോൾ ലാസ്റ്റ് വന്നിട്ടുള്ളത് ഞാൻ എത്തിയപ്പോഴേക്ക് കുറച്ച് ഡിസ്റ്റൻസ് ആക്കിയിട്ടുള്ളത് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അങ്ങനത്തെ ഡിസൈനുകൾ ഡ്രസ്സിൽ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. അടുത്തടുത്ത് കൊടുക്കാം, നമുക്ക് വിട്ടായിട്ടുള്ളതും കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ വേറെ ഓരോ ഡിസൈനുകളൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമല്ലോ. അപ്പോൾ അതുപോലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു സ്റ്റിച്ചിങ് ആണ് ഈ ഒരു റണ്ണിങ് സ്റ്റിച്ച്. ഇത് തന്നെ നമുക്കിനി സീക്വൻസിലും എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.